വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ലാസ്റ്റ് എടുത്ത ടോപ്പിക്ക് കപ്പാസിറ്റേഴ്സിനെ പറ്റിയാണ്. ലാസ്റ്റ് പറഞ്ഞത് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എ ഡൈഇലക്ട്രിക് സ്ലാബ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഇപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ രണ്ട് പ്ലേറ്റ്, ഈ പ്ലേറ്റിലാണ് ചാർജിനെ സ്റ്റോർ ചെയ്യുന്നത്. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഫോർമുല കപ്പാസിറ്റൻസ് അപ്സിലോൺ 0 A/d എന്നാണ്. എ ഈ പ്ലേറ്റിന്റെ ഏരിയ ആണ്, ഡി ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ ഫോർമുല ഉപയോഗിക്കുക ഇതിനുള്ളിൽ ഫ്രീ സ്പേസ് ആണെങ്കിലാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ, ഡൈഇലക്ട്രിക് സ്ലാബ് കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, കംപ്ലീറ്റ് സ്പേസിലും ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് എന്ന് പറയുമ്പോൾ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് കെ. ഓരോ മെറ്റീരിയലിന് ഓരോ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റൻസ് കെ അപ്സിലോൺ 0 A/d എന്നാണ്. കെ ഈസ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എ ഡൈഇലക്ട്രിക് സ്ലാബ് കംപ്ലീറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താലാണ് കെ അപ്സിലോൺ 0 A/d. അതിന് പകരം ഇതിന്റെ ഡെറിവേഷൻ ആവശ്യമില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല, ഇക്വേഷൻ മാത്രം പറയാണ്. കപ്പാസിറ്ററിന്റെ ഇടയിൽ ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണല്ലോ. ഇതിനിടയിലായിട്ട് ചെറിയൊരു സ്പേസിൽ നമ്മൾ ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചെറിയൊരു സ്പേസിലാണ് വെച്ചത് ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ചത്, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചത്. അതിന്റെ തിക്നെസ് ടി ആണ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ ആണ്. അത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. കപ്പാസിറ്ററിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ അപ്സിലോൺ 0 എന്നായിരുന്നു. സിഗ്മ എന്ന് വെച്ചാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഇതിന്റെ ചാർജ് ബൈ ഏരിയ. പക്ഷേ ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഡൈഇലക്ട്രിക് സ്ലാബിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് കുറയും. പുറമേയുള്ള അത്ര ഇലക്ട്രിക് ഫീൽഡ് ഇതിനുള്ളിൽ ഉണ്ടാവില്ല. ഇതിനുള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ കെ അപ്സിലോൺ 0 എന്നാണ്. ഡൈഇലക്ട്രിക് സ്ലാബിന്റെ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ കെ അപ്സിലോൺ 0 എന്നാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു മാറ്റം, ചേഞ്ച് സംഭവിച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറും. രണ്ട് പ്ലേറ്റും തമ്മിലുള്ള പോസിറ്റീവ് പ്ലേറ്റ് ഹൈ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് പ്ലേറ്റ് ലോ പൊട്ടൻഷ്യൽ. സോ ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുക ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് ഈ സ്പേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ യൂണിഫോം ആണ്, ഇതിൻ്റെ ഉള്ളിൽ യൂണിഫോം ആണ്. ഇതിൻ്റെ ഉള്ളിൽ സിഗ്മ ബൈ കെ എപ്സിലോൺ 0 തന്നെയാണ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണുക ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതായത് ഫോർമുല. അപ്പോൾ ഇവിടെ ഈ ചെറിയൊരു സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡിൽ മാറ്റം വന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മാറ്റം വന്നു. കപ്പാസിറ്റൻസിന്റെ ഫോർമുല ക്യൂ ബൈ വി എന്നാണ്. വി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ചേഞ്ച് വന്നുകൊണ്ട് കപ്പാസിറ്റൻസിലും ചേഞ്ച് ഉണ്ടാവും. ഇപ്പോൾ ഇതിന്റെ കപ്പാസിറ്റൻസ് കാണേണ്ട ഫോർമുല, ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കാണേണ്ട ഫോർമുല അപ്സിലോൺ 0 A/d - t + t/k എന്നാണ്. അപ്സിലോൺ 0 A/d - t + t/k എന്നാണ് ഫോർമുല. ടി ഈ വെച്ച ഡൈഇലക്ട്രിക് സ്ലാബിന്റെ തിക്നെസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫുൾ സ്പേസിലും ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ചാൽ ഇതാണല്ലോ ഫോർമുല. അപ്പോൾ ഈ ഫുൾ സ്പേസിൽ വെക്കുന്നവരെന്താ സംഭവിക്കുന്നത്? ഫുൾ സ്പേസിൽ വെക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ തിക്നെസ് ഇങ്ങനെ കൂടിക്കൂടി വരിക. അങ്ങനെ ഫുൾ സ്പേസിലാകുമ്പോൾ എന്നാ സംഭവിക്കുക? ഇതിന്റെ തിക്നെസ്സും ഡിയും ഈക്വൽ ആവും. ഡൈഇലക്ട്രിക് സ്ലാബിന്റെ തിക്നെസ്സും ഡിയും ഈക്വൽ ആവും. ടിയും ഡിയും ഈക്വൽ ആവും. സോ ടിക്ക് പകരം ഡി വരും. ഇപ്പൊ d - d 0 വരും. ഇവിടെയും ടിക്ക് പകരം ഡി വരും. സോ കെ ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ കെ അപ്സിലോൺ 0 A/d ആവും ഫുൾ സ്പേസിലും ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ സ്പേസ് ആണെങ്കിൽ അപ്സിലോൺ 0 A/d, ഫുൾ സ്പേസിൽ ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ചാൽ കെ അപ്സിലോൺ 0 A/d. ചെറിയൊരു സ്പേസിൽ വെച്ചതെങ്കിൽ അപ്സിലോൺ 0 A/d - t + t/k. ടി ആ വെച്ച ഡൈഇലക്ട്രിക് സ്ലാബിന്റെ തിക്നെസ് ആണ്. ഇത് നമ്മൾ അടുത്തത് ഈ കപ്പാസിറ്റർ പ്ലേറ്റിന് ഇടയിലായിട്ട് നമ്മൾ ഡൈഇലക്ട്രിക് സ്ലാബിന് പകരം കണ്ടക്ടിങ് സ്ലാബാണ് വെക്കാൻ പോകുന്നത്. ഡൈഇലക്ട്രിക് സ്ലാബിന്റെ സ്ഥാനത്ത് കണ്ടക്ടിങ് സ്ലാബാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റേത് ഇൻസുലേറ്റിംഗ് സ്ലാബ് അല്ല, ഇത് കണ്ടക്ടിങ് സ്ലാബാണ്. അപ്പൊ അത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? കണ്ടക്ടിങ് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നുള്ള ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് അതുപ്രകാരം കണ്ടക്ടിങ് സ്ലാബ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ഇവിടെ പുറമേയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിഗ്മ ബൈ അപ്സിലോൺ 0 ആണ്. കണ്ടക്ടിങ് സ്ലാബ് ആകുമ്പോൾ എന്തായിരുന്നു സംഭവിക്കുക? കണ്ടക്ടിങ് സ്ലാബ് ആകുമ്പോൾ അതിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്തായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്, ഫ്രീ ഇലക്ട്രോൺസ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയി മൂവ് ചെയ്യും. അപ്പൊ ആ സൈഡ് ഫ്രീ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്കാണ് വരിക. അപ്പൊ ആ സൈഡ് പോസിറ്റീവ് ആവും, ഈ സൈഡ് നെഗറ്റീവ് ആവും. അങ്ങനെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് വരും. അതിന്റെ പേരായിരുന്നു ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. എന്നിട്ട് ഫ്രീ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് തുടരുക എപ്പോൾ വരെയായിരുന്നു? ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡും എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ക്യാൻസൽ ആകുന്നത് വരെ. അങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആകുമായിരുന്നു. ഡൈഇലക്ട്രിക് സ്ലാബ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോർമുലയിൽ ഡിനോമിനേറ്ററിൽ ഒരു കെ വരും, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ കണ്ടക്ടിങ് സ്ലാബ് ആകുമ്പോൾ സംഭവിക്കുന്നത്, ഡൈഇലക്ട്രിക് സ്ലാബ് ആണെങ്കിൽ ഫോർമുല ഇങ്ങനെയാണെന്നല്ലോ, സിഗ്മ ബൈ കെ എപ്സിലോൺ 0 എന്നായിരുന്നല്ലോ ഇതിന്റെ ഉള്ളിലുള്ള ഫീൽഡ്. കണ്ടക്ടിങ് സ്ലാബിനെ മെറ്റാലിക് സ്ലാബ് അല്ലെങ്കിൽ കണ്ടക്ടിങ് സ്ലാബിനെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ പറഞ്ഞാണ്. കണ്ടക്ടിങ് സ്ലാബിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആണ്. സോ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ആയാൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആവും. മാത്തമാറ്റിക്കലി അങ്ങനെ പറയാം വേണമെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാ 0 ആവുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് കണ്ടക്ടിങ് സ്ലാബ് ആണ്. അപ്പോൾ ഇതിന്റെ കപ്പാസിറ്റൻസിന്റെ ഫോർമുല അപ്സിലോൺ 0 എ ബൈ ഡി മൈനസ് ടി എന്നാണ്. കപ്പാസിറ്റൻസ് അപ്സിലോൺ 0 എ ബൈ ഡി മൈനസ് ടി ആണ്. ഡൈഇലക്ട്രിക് സ്ലാബ് ആയിരുന്നെങ്കിൽ ഒരു പ്ലസ് ടി ബൈ കെ എന്നുള്ള ടേം ഉണ്ടായിരുന്നു അല്ലെ. കണ്ടക്ടിങ് സ്ലാബ് ആകുമ്പോൾ കെ ഇൻഫിനിറ്റി ആവും. കെ ഇൻഫിനിറ്റി ആയാൽ ഇത് 0 ആവും. അങ്ങനെ അപ്സിലോൺ 0 എ ബൈ ഡി മൈനസ് ടി. അപ്പൊ ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത് കണ്ടക്ടിങ് സ്ലാബ് ആണെങ്കിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് അപ്സിലോൺ 0 എ ബൈ ഡി മൈനസ് ടി എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, നിങ്ങൾ റെസിസ്റ്റൻസ് ഇൻ സീരീസും പാരലലും കേട്ടില്ല, അതുപോലെ കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസും കപ്പാസിറ്റേഴ്സ് ഇൻ പാരലലും. ഓക്കെ, ഫസ്റ്റ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. അപ്പൊ തൽക്കാലം നമ്മളൊരു 3 കപ്പാസിറ്റർ വിചാരിക്കുക. ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതുപോലത്തെ കപ്പാസിറ്റേഴ്സ് വിചാരിക്കുക. ഇതിന്റെ കപ്പാസിറ്റൻസ് C1, കപ്പാസിറ്റൻസ് C2, കപ്പാസിറ്റൻസ് C3, 3 കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ 3 കപ്പാസിറ്റേഴ്സ്, അതിന്റെ കപ്പാസിറ്റൻസ് ആണ് C1, C2 ആൻഡ് C3. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് by using a battery of potential difference V. ഈ ബാറ്ററി ഉപയോഗിച്ച് ഇത് 3നെ സീരീസ് ആയി കണക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ കപ്പാസിറ്റേഴ്സ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ചാർജ് സ്റ്റോർ ചെയ്യാനാണ്. അപ്പൊ ഈ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന ചാർജ് Q ആണെന്ന് വിചാരിച്ചു. ഈ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ചാർജ് Q ആണ്. സീരീസ് കണക്ഷനിൽ പ്രധാനമായി ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ്, കപ്പാസിറ്റേഴ്സ് സീരീസ് ആയി കണക്ട് ചെയ്താൽ ഈ എല്ലാ കപ്പാസിറ്ററിലും ചാർജ് സെയിം ആയിരിക്കും. എല്ലാ കപ്പാസിറ്ററിലും ചാർജ് സെയിം ആയിരിക്കും. സീരീസ് കണക്ഷനിൽ ചാർജ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ when capacitors are connected in series, charge stored in each capacitor will be same. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ചാർജ് Q, ഈ പ്ലേറ്റിന്റെ ചാർജാ പറയുന്നത്, ഇതിലും ചാർജ് Q, ഇതിലും ചാർജ് Q. സീരീസ് കണക്ഷനിൽ ചാർജ് സെയിം ആയിരിക്കും. പിന്നെ ഈ പ്ലേറ്റ് പോസിറ്റീവ്, ഈ പ്ലേറ്റ് നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. നമുക്കറിയാം കപ്പാസിറ്റൻസിന്റെ ഫോർമുല Q ബൈ V എന്നാണ്. V പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര വരും? V ഈക്വൽ ടു എന്ത് വരും? Q ബൈ C വരും. അപ്പൊ ഇവിടെ ഈ 2 പ്ലേറ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് Q ബൈ C എന്നാണല്ലോ, Q ബൈ C. സോ അപ്പൊ ഇവിടെയുള്ള ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാനുള്ള സാധനമാണ് വോൾട്ട് മീറ്റർ അല്ലെ. അപ്പൊ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണിക്കും. ഇതിന്റെ അക്രോസ് ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഫോർമുല Q ബൈ C എന്നാണ്. ഇവിടെ Q ബൈ C1 വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ Q ബൈ C2 വരും. അപ്പൊ ഒന്ന് C1 ആണ്, ഒന്ന് C2 ആണ്. അപ്പൊ രണ്ടും വ്യത്യാസമല്ലേ. അപ്പൊ ഇവിടെയും ഇവിടെയെല്ലാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും.
അപ്പോൾ ഇതിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് Q/C എന്നാണ് ഫോർമുല. അപ്പോൾ ഇതിൽ Q/C1 വരും. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് Q/C2 വരും. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് Q/C3 വരും. എന്ന് വെച്ചാൽ ചാർജ് എല്ലാത്തിലും സെയിം ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാത്തിലും ഡിഫറെന്റ് ആണ്. സോ വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ചാർജ് സ്റ്റോർഡ് ഇൻ ഈച്ച് കപ്പാസിറ്റർ ഈസ് സെയിം, ബട്ട് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഈസ് ഡിഫറെന്റ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആവുകയെ ഈ 3 കപ്പാസിറ്ററും ഈക്വൽ, കപ്പാസിറ്റൻസ് ഈക്വൽ അല്ല, എല്ലാം സി എന്ന് വന്നാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും സെയിം ആവും. അല്ലെങ്കിൽ ജനറലി പറയുകയാണെങ്കിൽ ചാർജ് സെയിം ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആണ് സീരീസ് കണക്ഷനിൽ. ഇനി ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു 5 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ, ഇതൊരു 2 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ, ഇതൊരു 3 വോൾട്ട് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇത് 3 ആഡ് ചെയ്താൽ 10 വോൾട്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാറ്ററിന്റെ വോൾട്ട് 10 വോൾട്ട് ആയിരിക്കും. അതാണ് സീരീസ് കണക്ഷനിൽ ഓർമ്മിക്കേണ്ട വേറൊരു പോയിന്റ്. ഈ എല്ലാ പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിൽ ആഡ് ചെയ്താൽ, ഇതെല്ലാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്താൽ ഈ ബാറ്ററിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. അപ്പൊ ഇതിപ്പോ 4 കപ്പാസിറ്റർ ഉണ്ടെങ്കിലോ അതിനനുസരിച്ച് ചാർജ് എല്ലാത്തിൽ സെയിം ആകുമെങ്കിലും ചാർജ് റീഅറേഞ്ച് ചെയ്യപ്പെടും. ഇത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാറും. നാലും മാറിയിട്ട് ആ 4 ആഡ് ചെയ്താൽ ഇത് കിട്ടും. 2 ഉള്ളെങ്കിൽ ഈ 2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഇത് കിട്ടും. അപ്പോൾ 1 കപ്പാസിറ്റർ ഉള്ളെങ്കിലോ, 1 കപ്പാസിറ്റർ ഉള്ളെങ്കിൽ ഈ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയായിരിക്കും അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒറ്റൊന്നേ ഉള്ളെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞു ഈ 3 പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിൽ ആഡ് ചെയ്താൽ ബാറ്ററിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. സോ ബാറ്ററിൻ്റെത് V ആണ്. സോ V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 വരും. സോ V ഈക്വൽ ടു V1 Q/C1 പ്ലസ് Q/C2 പ്ലസ് Q/C3 വരും. സോ V take Q outside. So Q into 1/C1 plus 1/C2 plus 1/C3. ഇതാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാറ്ററിൻ്റെത്. ഇനി നമ്മൾ ഈ 3 എണ്ണത്തിൻ്റെയും കൂടിയുള്ള ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് കാണാൻ പോവാണ്. ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. എന്താണ് ഈ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്? ഇപ്പൊ ഈ 3 എണ്ണത്തിന്റെ ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ചോ. ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ 3 എണ്ണത്തിന് ഈക്വൽ ആണ് ആ ഒറ്റൊന്ന്. ഓക്കെ, അപ്പോൾ ഈ 3 കപ്പാസിറ്ററുകളെ മാറ്റിയിട്ട് നമുക്ക് ആ ഒരൊറ്റ കപ്പാസിറ്റർ കൊടുക്കാൻ പറ്റും. ആ ഒറ്റ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ആണ് ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് ഓർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഈ 3 കപ്പാസിറ്ററുകളെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ഒരു സിംഗിൾ കപ്പാസിറ്റർ കൊടുക്കുകയാണ്. അതിന്റെ പേരാണ് ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ്. അതിന്റെ കപ്പാസിറ്റൻസ് ആണ് ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ്. അപ്പോൾ 3 എണ്ണത്തിന് പകരം ഒറ്റൊന്ന്. എന്നിട്ട് അതിനെ ഇതേ ബാറ്ററിയുമായി കണക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്ററിന് കിട്ടുന്ന ചാർജ് Q ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒറ്റ കപ്പാസിറ്ററേ ഉള്ളൂവെങ്കിൽ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V തന്നെ. ഈ V ബാറ്ററിയുടേത്. 2 എണ്ണം ഉണ്ടെങ്കിൽ 2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് ബാറ്ററിൻ്റെത് കിട്ടുക എന്ന് പറഞ്ഞു. ഒറ്റൊന്നാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ബാറ്ററിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയായിരിക്കും. V ഈക്വൽ ടു Q/C എന്നാണ് ഫോർമുല. V ഈക്വൽ Q/C. അങ്ങനെയാണ് Q/C. സിക്ക് പകരം C ഇക്വിവാലന്റ് വരും. ഈ V ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അത് നമുക്കറിയാം ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള V എന്ന് പറയുന്നതും ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ ഇതിന് പകരം അത് കൊടുക്കാം. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. സോ Q/C equivalent equal to Q into 1/C1 plus 1/C2 plus 1/C3. Q cancel. So 1/C equivalent equal to 1/C1 plus 1/C2 plus 1/C3. ഇതാണ് ഇപ്പോൾ ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ് സീരീസിൽ എങ്ങനെയായിരുന്നു? ഇക്വിവാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 plus R2 അങ്ങനെയായിരുന്നു.
പക്ഷെ കപ്പാസിറ്റൻസിന്റെ കേസിൽ സീരീസിലാണ് ഈ ഫോമുല. അപ്പോൾ രണ്ടെണ്ണ ഉള്ളെങ്കിലോ, 1/C ഇക്വാലന്റ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 വരും. അങ്ങനെയാണെങ്കിൽ C ഇക്വാലന്റ് കണ്ടാൽ രണ്ടെണ്ണ ഉള്ളുവെങ്കിൽ അത് C1 C2 ബൈ C1 പ്ലസ് C2 ആണ് വരിക. ഇത് സോൾവ് ചെയ്താൽ ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇതിൽ ഈ മൂന്ന് കപ്പാസിറ്ററിന്റെയും കപ്പാസിറ്റൻസ് ഈക്വൽ ആണെങ്കിലോ C1 C2 C3 ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ ഇവിടെ 1/C പ്ലസ് 1/C പ്ലസ് 1/C വരും. അങ്ങനെയാണ് 1/C ഇക്വാലന്റ് എന്ന് വെച്ചാൽ 1/C പ്ലസ് 1/C പ്ലസ് 1/C മൂന്ന് ഈക്വൽ ആണെങ്കിൽ സോ ദാറ്റ് ബിക്കം 3/C. അങ്ങനെയാണെങ്കിൽ C ഇക്വാലന്റ് എന്തായിരിക്കും? ടേക്ക് റെസിപ്രോക്കൽ. C ഇക്വാലന്റ് വിൽ ബി C/3. ഈ മൂന്ന് കപ്പാസിറ്റേഴ്സും ഈക്വൽ ആണെങ്കിൽ. ഓക്കെ, അപ്പം 10 ഉണ്ടെന്ന് ചോദിച്ചാൽ 10 ഈക്വൽ ആണെങ്കിലോ, 3 ഈക്വൽ ആണെങ്കിൽ C/3. അപ്പൊ 10 ഈക്വൽ ആണെങ്കിൽ C/10 വരും. അപ്പോൾ n കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിലോ, n ഈക്വൽ കപ്പാസിറ്റേഴ്സ് സീരീസിൽ ഉണ്ടെങ്കിൽ C ഇക്വാലന്റ് എത്രയായിരിക്കും? n ഉണ്ടെങ്കിൽ C/n ആയിരിക്കും. അതൊക്കെ ഈക്വൽ ആണെങ്കിൽ ഇപ്പൊ 4 ഓരോ കപ്പാസിറ്റർ ആണ്, 4 ഇത് മൂന്ന് ഈക്വലാ. 4 മൈക്രോ ഫാരഡ് ആണെന്ന് വിചാരിച്ചു ഓരോന്നിന്റെ കപ്പാസിറ്റൻസ്. 4 മൈക്രോ ഫാരഡ് ആണ്, ഫാരഡ് അല്ലേ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ്. അപ്പൊ ഇത് മൂന്നും സീരീസിലാണെങ്കിലോ 3 അല്ലേ വരുന്നത്. അപ്പൊ C/3 എന്ന ഫോമുല. അപ്പൊ C എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 4/3 ആ രൂപത്തിൽ ഈക്വൽ ആണെങ്കിൽ. അപ്പൊ രണ്ടെണ്ണം ഈക്വൽ ആണെങ്കിലോ, ഇപ്പൊ 10ഉം ഈക്വൽ, 10 മൈക്രോ ഫാരഡും 10 മൈക്രോ ഫാരഡും ഈക്വൽ. അപ്പൊ ഇതാണ് C. രണ്ടെണ്ണം ഉള്ളത്. അപ്പൊ രണ്ട് ഈക്വൽ കപ്പാസിറ്റർ സീരീസിൽ കണക്ട് ചെയ്തു. അങ്ങനെയാണ് ഇക്വാലന്റ് കപ്പാസിറ്റൻസ്. രണ്ടെണ്ണം ആണെങ്കിൽ C/2 അല്ലേ വരിക. അപ്പൊ 10/2 5 ആ വരിക. ഓക്കെ, എന്ന് വെച്ചാൽ സീരീസ് കണക്ഷനിൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് അപ്പൊ രണ്ടെണ്ണം ഈക്വൽ ആണെങ്കിൽ 10ഉം ഈക്വൽ ആണെങ്കിൽ 5 ആ വരിക. അപ്പൊ 4 ഈക്വൽ ആണെങ്കിൽ 2 ആ വരിക. അപ്പൊ ഈക്വൽ കപ്പാസിറ്റർ സീരീസ് ആയി കണക്ട് ചെയ്താൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് അതിന്റെ നേരെ പകുതിയാ വരിക. എന്ന് പറഞ്ഞാൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് കിട്ടുന്നത് വളരെ കുറവാ അല്ലെ. അതായത് തന്നിരിക്കുന്നത് രണ്ടും 10 ആ, ഇക്വാലന്റ് കപ്പാസിറ്റൻസ് കിട്ടിയ 5 ആ. എന്നാൽ തന്നിരിക്കുന്ന രണ്ടെണ്ണത്തിനേക്കാൾ കുറവായത്. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പം 8ഉം 10ഉം 8 മൈക്രോ ഫാരഡും 10 മൈക്രോ ഫാരഡും 8 മൈക്രോ ഫാരഡും 10 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ സീരീസ് കണക്ട് ചെയ്തു. അപ്പൊ സീരീസ് കണക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ എങ്ങനെയായിരിക്കുന്നോ, ഈ തന്നിരിക്കുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ, തന്നിരിക്കുന്ന നിങ്ങൾ ഈ ഫോമുലയിൽ രണ്ടെണ്ണം വരുന്ന ഫോമുല ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ കിട്ടുന്ന ആൻസർ ഈ തന്നിരിക്കുന്ന രണ്ടെണ്ണത്തിൽ ഏതാണോ ചെറുത്, അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ ചെറുത് ഏതാ? 8. അങ്ങനെയാണ് ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ആ 8നേക്കാൾ കുറവായിരിക്കും. ഈ തന്നിരിക്കുന്ന രണ്ട് വാല്യൂ ഏതാണോ അവർ സീരീസ് കണക്ട് ചെയ്താൽ കിട്ടുന്ന ഇക്വാലന്റ് കപ്പാസിറ്റൻസ് തന്നിരിക്കുന്നതിൽ ഏതാണോ ചെറുത്, ഈ തന്നിരിക്കുന്നതിൽ ചെറുത് 8 ആണ്, 8നേക്കാൾ ചെറുതായിരിക്കും കിട്ടുന്ന ആൻസർ. അങ്ങനെ വളരെ ചെറിയ ആൻസറാണ് കിട്ടുക. അതുകൊണ്ട് നമ്മൾ പറയും ഇക്വാലന്റ് കപ്പാസിറ്റൻസ് മിനിമം ആവും. അപ്പൊ മിനിമം ഇക്വാലന്റ് കപ്പാസിറ്റൻസ് കിട്ടണമെങ്കിൽ കപ്പാസിറ്റേഴ്സിനെ എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് കണക്ട് ചെയ്യണം. സീരീസ് കണക്ട് ചെയ്യുമ്പോഴാണ് മിനിമം ഇക്വാലന്റ് കപ്പാസിറ്റൻസ് കിട്ടുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് ടോപ്പിക്, കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു 3 കപ്പാസിറ്റർ, ഇതിന്റെ കപ്പാസിറ്റൻസ് C1 ആണ്, ഇതിന്റെ കപ്പാസിറ്റൻസ് C2 ആണ്, ഇതിന്റെ കപ്പാസിറ്റൻസ് C3 ആണ്. 3 കപ്പാസിറ്റേഴ്സ് നമ്മൾ പാരലലായി കണക്ട് ചെയ്യാൻ പോവാണ്. മൂന്ന് കപ്പാസിറ്റേഴ്സ് പാരലലായി കണക്ട് ചെയ്യണം ബൈ യൂസിങ് എ ബാറ്ററി ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. ഈ ബാറ്ററി ഉപയോഗിച്ച് 3 കപ്പാസിറ്ററുകളെ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇത് സപ്ലൈ ചെയ്യുന്ന ചാർജ് ഞാൻ Q എന്നെടുത്തു. സീരീസ് കണക്ഷനിൽ എല്ലാത്തിലും ചാർജ് സെയിം ആയിരുന്നു. പാരലൽ കണക്ഷനിൽ എന്ത് സംഭവിക്കും? ഈ ചാർജ് ഇവിടെ നിന്ന് വന്നിട്ട് 3ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഇത് ഈക്വൽ ആയിട്ടാണോ സ്പ്ലിറ്റ് ആവുക? ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ആകും.
എപ്പോൾ ഈ മൂന്ന് കപ്പാസിറ്റൻസും ഈക്വൽ ആണെങ്കിൽ, ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ ചാർജ് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഏതിനാണോ കപ്പാസിറ്റൻസ് കൂടുതൽ, ഇപ്പൊ C1 ആണ് കൂടുതലെങ്കിൽ ഏതിനാണോ കപ്പാസിറ്റൻസ് കൂടുതൽ അതിലേക്ക് കൂടുതൽ ചാർജ് പോകും. ഇപ്പൊ C1 ആണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചോ, അപ്പൊ C1ലേക്ക് കൂടുതൽ ചാർജ് പോകും. കപ്പാസിറ്റൻസ് ഏറ്റവും കുറവ് C3 ആണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ C3ലേക്ക് കുറച്ച് ചാർജ് പോകും. റെസിസ്റ്റൻസിന്റെ കേസിൽ നേരെ തിരിച്ചായിരുന്നു. റെസിസ്റ്റൻസ് കൂടിയതിൽ കറണ്ട് കുറവാണ്, കാരണം റെസിസ്റ്റൻസ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന സംഭവം. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവാണ്. അപ്പൊ കപ്പാസിറ്റൻസ് കൂടിയതിലേക്കാണ് കൂടുതൽ ചാർജ് പോവുക. അപ്പൊ ഇതിലേക്കുള്ള ചാർജ് Q2 ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന് കിട്ടുന്ന ചാർജ് Q1 ആണ്. ഇവിടെ കിട്ടുന്ന ചാർജ് Q1, ഇവിടെ കിട്ടുന്ന ചാർജ് Q2, ഇവിടെ കിട്ടുന്ന ചാർജ് Q3. അതെല്ലാം Q1, Q2, Q3. അഗൈൻ ഇത് മൂന്നും ചേർന്നിട്ട് Q സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇത് മൂന്നും ഉണ്ടായത്. അപ്പൊ മൂന്നും ചേർന്നാലേ അഗൈൻ അത് Q ആവും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? സീരീസ് കണക്ഷനിൽ എല്ലാറ്റിലും ചാർജ് സെയിം ആയിരുന്നു. ഇവിടെ പാരലൽ കണക്ഷനിൽ ചാർജ് ഡിഫറെന്റ് ആണ്. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കുക, ഈ കപ്പാസിറ്ററുകൾ സെയിം ആയിരുന്നെങ്കിൽ ചാർജും സെയിം ആകുമായിരുന്നു. പക്ഷെ ജനറലി പറയുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് എല്ലാം സെയിം ആവണമെന്നില്ലല്ലോ. ഡിഫറെന്റ് ആണെങ്കിൽ ചാർജ് ഓരോന്നിലും ഡിഫറെന്റ് ആണ്. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കാം. ഇപ്പൊ ഈ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10 വോൾട്ട് ആണ്. സീരീസ് കണക്ഷനിൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? എല്ലാറ്റിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരുന്നു. എന്നിട്ട് ആ എല്ലാ പൊട്ടൻഷ്യൽ ഡിഫറൻസും ആഡ് ചെയ്താൽ നമുക്ക് ബാറ്ററിൻ്റെ കിട്ടും എന്നാണ് പറഞ്ഞത്. പക്ഷെ പാരലൽ കണക്ഷനിൽ ഈ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒക്കെ സെയിം ആയിരിക്കും എന്ന് മാത്രമല്ല, അത് ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് സെയിം ആയിരിക്കും. അപ്പൊ ബാറ്ററിയുടെ 10 വോൾട്ട് ആണെങ്കിൽ ഇതിൽ മൂന്നിനകത്തും ഉണ്ടാവുക 10 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെങ്കിൽ ഇവിടെ എല്ലാറ്റിലും ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആയിരിക്കും. സീരീസ് കണക്ഷനിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരുന്നു. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്, അത് ബാറ്ററിയുടെ സെയിം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ചാർജ് എങ്ങനെ വരും? ചാർജ് ഇൻഡിക്കേഷൻ Q = CV. സോ ഇവിടെ Q1 = C1V വരും ഇതിനകത്തുള്ള ചാർജ്. ഇതിനകത്തുള്ള ചാർജോ Q2 = C2V വരും. ഇതിനകത്തുള്ള സ്റ്റോർ ചെയ്യുന്ന ചാർജ് Q3 = C3V വരും. അപ്പോൾ മൂന്നിലും ചാർജ് ഡിഫറെന്റ് ആണ്. ഇനി Q സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ചാർജ് Q ആയിരുന്നു. Q സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇത് മൂന്നും ഉണ്ടായത്. സോ Q = Q1 + Q2 + Q3. Q = Q1 + Q2 + Q3. Q1 എത്രയാണ്? C1V + C2V + C3V. Q ഇങ്ങനെയാവും. സോ Q = ടേക്ക് V ഔട്ട്സൈഡ്, V × C1 + C2 + C3 കിട്ടും. ഇതാണ് ഈ സർക്യൂട്ടിലുള്ള ടോട്ടൽ ചാർജ്. ഈ ടോട്ടൽ ചാർജ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇത് മൂന്നും ഉണ്ടായത്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇനി നമ്മൾ സീരീസിൽ പറഞ്ഞ പോലെ ഈ 3 കപ്പാസിറ്ററുകളെ റീപ്ലേസ് ചെയ്യുക. ഈ 3 കപ്പാസിറ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് ഈ സ്ഥാനത്ത് ഒരു സിംഗിൾ കപ്പാസിറ്റർ കൊടുക്കുക. അതിന്റെ പേരാണ് ഇക്വിവാലന്റ് കപ്പാസിറ്റർ അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റർ. അതിന്റെ കപ്പാസിറ്റൻസ് ആണ് ഇക്വിവാലന്റ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഈ 3 സ്ഥാനത്ത് ഒറ്റൊന്ന്. എന്നിട്ട് ഇതേ ബാറ്ററിയുമായി കണക്ട് ചെയ്തു. ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. ഈ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന ചാർജ് Q ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ Q ചാർജ് കംപ്ലീറ്റ് ഒറ്റൊന്നിന് തന്നെ കിട്ടില്ലേ? ആ ചാർജ് കംപ്ലീറ്റ് ഒറ്റൊന്നിന് തന്നെ കിട്ടും. നേരത്തെ ആ ചാർജ് സ്പ്ലിറ്റ് ആയിരുന്നു. ഇപ്പോൾ ആ ചാർജ് കംപ്ലീറ്റ് ഒരു കപ്പാസിറ്ററിന് കിട്ടും. അപ്പോൾ ഈ കപ്പാസിറ്ററിന് കിട്ടുന്ന ചാർജ് എത്രയാ? Q. പിന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഒറ്റ കപ്പാസിറ്ററേ ഉള്ളൂവെങ്കിൽ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ് ആ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര തന്നെ? ബാറ്ററിയുടെ തന്നെ. ഓക്കെ, ഈ കംപ്ലീറ്റ് ചാർജും ഒരു കപ്പാസിറ്ററിന് തന്നെ കിട്ടുകയും ചെയ്യും. നമ്മൾ ഫോർമുല Q = CV എന്നാണ്. സോ ഇവിടെ ഫോർമുല Q = CV. സിക്ക് പകരം C ഇക്വിവാലന്റ് × V. Q = CV. ഓക്കെ, ഇതാണ് ഈ സർക്യൂട്ടിലുള്ള ടോട്ടൽ ചാർജ് Q.
ഈ ക്യൂ തന്നെയാണ് ഇവിടെയുള്ള ക്യൂ. പക്ഷെ ഇവിടെ ക്യൂ 3 സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ ആ ക്യൂ കംപ്ലീറ്റ് ഒറ്റ ഒന്നിന് കിട്ടി. ക്യൂവിന്റെ ഫോർമുല ഇങ്ങനെയാണ്. അപ്പോൾ ഈ ക്യൂ എടുത്തിട്ട് നമുക്ക് ഇവിടെയുള്ള ക്യൂവിന് പകരം കൊടുക്കാം. സോ ക്യൂവിന് പകരം സി ഇക്വിവാലന്റ് ഇൻറ്റു വി ഇൻറ്റു C1 പ്ലസ് C2 പ്ലസ് C3. വി ക്യാൻസൽ. സോ സി ഇക്വിവാലന്റ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. അപ്പോൾ സീരീസ് കണക്ഷനിൽ ഇങ്ങനെ വരും. പാരലൽ കണക്ഷനിൽ ഇങ്ങനെ വരും. റെസിസ്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ഫോമിലാണ് വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 3 ഈക്വൽ ആണെങ്കിലോ സി പ്ലസ് സി പ്ലസ് സി, അങ്ങനെയാണെങ്കിൽ സി ഇക്വിവാലന്റ് ഈക്വൽ ടു 3C വരും. 3 ഈക്വൽ ആണെങ്കിൽ. അപ്പോൾ n ഈക്വൽ ആണെങ്കിലോ പാരലൽ കണക്ഷനിൽ, അപ്പൊ n കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ NC വരും. സീരീസിൽ അത് C/N ആയിരുന്നു. എല്ലാം ഈക്വൽ ആണെങ്കിൽ C/N ആയിരുന്നു. പാരലലിൽ NC എന്നാണ് വരുന്നത്. അപ്പൊ പാരലൽ കണക്ഷനിൽ ഇതിപ്പോ 2 മൈക്രോ ഫാരഡ്, ഇത് 4 മൈക്രോ ഫാരഡ്, ഇത് 6 മൈക്രോ ഫാരഡ്. ഇപ്പൊ പാരലൽ കണക്ഷനിൽ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ 12 മൈക്രോ ഫാരഡ് വന്നു ഇക്വാലന്റ് കപ്പാസിറ്റൻസ്. എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ ആൻസർ കിട്ടും അല്ലെ? അപ്പൊ പാരലൽ കണക്ഷനിലാണ് ഇക്വാലന്റ് കപ്പാസിറ്റൻസ് വളരെ കൂടുക എന്നുള്ള മാക്സിമം കിട്ടുക. നമ്മൾ പറഞ്ഞു സീരീസ് കണക്ഷനിൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് മിനിമം ആയിരുന്നു. പാരലൽ കണക്ഷനിൽ ഇക്വാലന്റ് കപ്പാസിറ്റൻസ് ഹൈ വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ മാക്സിമം കിട്ടുക. അപ്പൊ മിനിമം കപ്പാസിറ്റൻസ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ സീരീസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. മാക്സിമം കപ്പാസിറ്റൻസ് കാണാൻ പറഞ്ഞാൽ പാരലൽ കണക്ഷൻ ആണ് എടുക്കേണ്ടത്. റെസിസ്റ്റൻസിന്റെ കേസിൽ നേരെ തിരിച്ചു. ഓക്കെ, ക്ലിയർ? ഓക്കെ, താങ്ക് യു.